ഇറാനെതിരായ യുദ്ധം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിക്ക് പിന്നാലെ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബിനെയും കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇറാൻ സുരക്ഷാ മേധാവി അലി ലാറിജാനിയും ഇസ്മായിൽ ഖത്തീബും കൊല്ലപ്പെട്ടത് കാര്യങ്ങൾ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇസ്രയേലിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായി, തുടരെ മിസൈൽ ആക്രമണമുണ്ടായി. 2 മരണം ഇസ്രയേലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാറിജാനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടുത്ത തന്ത്രപ്രധാന വ്യക്തിയെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിന് നേരെ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണം നടത്തി തിരിച്ചടിക്കുന്നുണ്ട്. ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചും ഇറാൻ ആക്രമണം തുടരുകയാണ്. ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഇറാന്റെ എല്ലാ നേതാക്കളുടെയും തലയരിയാൻ ഇസ്രയേൽ തയ്യാറെടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അലി ഖമനേയ്ക്ക് ശേഷം കൊല്ലപ്പെട്ട ഏറ്റവും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനായിരുന്നു അലി ലാറിജാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനും ബോഡി ഗാർഡുകളും കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ നഷ്ടമാണ് ഇറാനെ സംബന്ധിച്ച് ഉണ്ടായത്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അത് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് ഇറാന് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയ് കൊല്ലപ്പെട്ടതിന് ശേഷം രാജ്യത്തിന്റെ ഭരണ പ്രതിരോധ കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നത് അലി ലാറിജാനി ആയിരുന്നു. ഖമനേയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്നു ലാറിജാനി. ദശാബ്ദങ്ങളായുള്ള ഇറാൻ രാഷ്ട്രീയത്തിലെ ശക്തനായ സാന്നിധ്യമായിരുന്നു ലാറിജാനി. മുൻപ് പാർലമെന്റ് സ്പീക്കറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ നയങ്ങളിലും വിദേശകാര്യ നയങ്ങളിലും നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ലാറിജാനി പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അയത്തുള്ള അലി ഖമനേയ്ക്ക് പിന്നാലെ അലി ലാറിജാനിയും കൊല്ലപ്പെട്ടത് ഇറാന് കടുത്ത ആഘാതം നൽകിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെ കൂടി ഇസ്രയേൽ വകവരുത്തിയിരിക്കുന്നത്. അലി ലാറിജാനിക്ക് പിന്നാലെ ബാസിദ് പാരാമിലിറ്ററി ഫോഴ്സ് കമാൻഡർ ഖോംല റസ സുലൈമാനിയും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ടെഹ്റാനിൽ രാത്രിയിൽ നടത്തിയ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടതായി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാ മേഖലകളിലും സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകും എന്ന ഒരു സന്ദേശം കൂടി ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി നൽകുകയാണ്. അതായത് പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രയേൽ കടുപ്പിച്ചിരിക്കുകയാണ്. അത് ഈ കഴിഞ്ഞ 2 രാത്രികളിലായി നടന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഇറാന് നഷ്ടമായിരിക്കുന്നു. അതിന് പിന്നാലെ ആ ആക്രമണങ്ങൾ തുടരും എന്നതിന്റെ വലിയ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് നൽകിയിരിക്കുന്നത്. ആ ആക്രമണങ്ങൾ തുടരും എന്ന സന്ദേശം തന്നെ നൽകുന്നു. അതിന് IDF-ന് എല്ലാ വിധത്തിലുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ യോഗത്തെ ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അലി ലാറിജാനിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലാറിജാനിയുടെ മരണം ഇറാന് വലിയ നഷ്ടമാണ് എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. രാജ്യസുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കുമായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു ലാറിജാനി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. അതേസമയം ലാറിജാനിയെ ഇറാന്റെ ഭീകര ഭരണകൂടത്തിന്റെ തലവനെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായാണ് ലാറിജാനിയെ വധിച്ചത് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത്. അലി ലാറിജാനി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് തന്നെ മാറുകയാണ്. കനത്ത തിരിച്ചടി ഉറപ്പാണ് എന്ന സന്ദേശമാണ് ഇറാൻ നൽകിയത്. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലർ സെക്രട്ടറിയുടെ കൊലപാതകത്തിനുള്ള ഇറാന്റെ മറുപടി ശക്തവും ശത്രുക്കളെ ഖേദിപ്പിക്കുന്നതുമായിരിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത്. സൈനിക മേധാവി അമീർ ഖാത്തമി ഇറാന്റെ ഔദ്യോഗിക സൈന്യത്തിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കുന്ന കരുത്തുറ്റ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സും വലിയ വെല്ലുവിളിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. രക്തസാക്ഷി ഡോക്ടർ അലി ലാറിജാനിയുടെയും സഹപ്രവർത്തകരുടെയും രക്തത്തിന് പ്രതികാരം ചെയ്യും എന്നതാണ് IRGC വ്യക്തമാക്കിയത്. തങ്ങൾ മധ്യ ഇസ്രയേലിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചതായി IRGC അതിനുശേഷം അവകാശപ്പെട്ടു. സെൻട്രൽ ഇസ്രയേലിനെ ലക്ഷ്യമിട്ടായിരുന്നു റവല്യൂഷണറി ഗാർഡ്സിന്റെ ആക്രമണം. ടെൽ അവീവിന് സമീപമുണ്ടായ മിസൈൽ വീഴ്ചയിൽ 2 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പിന്നീട് പുറത്തുവന്നത്. ഇസ്രയേലിൽ വിവിധയിടങ്ങളിൽ മിസൈൽ പതിച്ചും അവശിഷ്ടങ്ങൾ പതിച്ചും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബെയ്റൂട്ടിൽ ആക്രമണം നടന്നു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഈ യുദ്ധം കനക്കുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. വലിയ രീതിയിലുള്ള
പലായനം ഈ ഭാഗങ്ങളിൽ ബെയ്റൂട്ടിൽ നടക്കുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. വലിയ രീതിയിൽ ഗൾഫ് മേഖലയിലേക്കും ഇറാന്റെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ വന്ന ബാലിസ്റ്റിക് മിസൈൽ സൗദി സൈന്യം തകർത്തു എന്നതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇറാനെ തീർക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സുരക്ഷാ അവലോകന യോഗത്തിൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയത് ഇറാനും ലബനനിലെ ഹിസ്ബുള്ളയ്ക്കും എതിരെ നടക്കുന്ന യുദ്ധം ശക്തമാക്കുന്ന തരത്തിലുള്ള സുപ്രധാന നീക്കങ്ങൾ ഇന്ന് എല്ലാ മേഖലകളിലും പ്രതീക്ഷിക്കാമെന്നതാണ്. ഇറാനിലെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇന്റലിജൻസ് മന്ത്രി ഖത്തീബിനെ രാത്രിയിൽ തന്നെ വധിച്ചത് അതിന്റെ ഭാഗമാണെന്നും കാറ്റ്സ് വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വധിക്കാൻ താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന IDF-ന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ടെന്നും ഇനി മുതൽ ഓരോ നീക്കത്തിനും പ്രത്യേക അനുമതിയുടെ ആവശ്യമില്ല എന്നുമാണ് കാറ്റ്സ് വ്യക്തമാക്കുന്നത്. അതായത് എന്തും ചെയ്യാനുള്ള അധികാരം IDF-ന് നൽകിയെന്നാണ് കാറ്റ്സ് പറയുന്നത്. ഈ യുദ്ധം അതിന്റെ ഏറ്റവും അപകടം പിടിച്ച ഘട്ടത്തിലേക്ക് എത്തി എന്നതിന്റെ സൂചനയാണ് ഇസ്രായേൽ കാറ്റ്സിന്റെ ഈ വാക്കുകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം തീരാൻ പോകുന്നില്ല, ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ യുദ്ധം അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കുന്നു എന്നതിന്റെ വളരെ ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇസ്രായേലിന്റെ അധികാര കേന്ദ്രങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.